ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു കക്ക റോസ്റ്റാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതൊന്ന് നോക്കാം. കുറഞ്ഞ അളവിലാണ് കേട്ടോ നമ്മളിപ്പോൾ കക്ക എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലീൻ ചെയ്തെടുക്കാനും പെട്ടെന്ന് തന്നെ പറ്റും. അപ്പോൾ അത്യാവശ്യം വലിയ കക്ക തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ നമ്മളിതൊന്ന് മിക്സാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്തുകൾ ചേർത്ത് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കാം. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മളിതാ കക്കയിറച്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിയുന്ന സമയം ഇതേ രീതിയിലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. കക്കയിറച്ചി നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഇതേ രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒരു സവാളയുടെ പകുതി, അതുപോലെ തന്നെ 5-6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളി ആയാലും ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കൂടെ തന്നെ നമ്മൾ ഒരു തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മൊത്തത്തിലൊന്ന് മിക്സാക്കി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നമ്മളിതൊരു 5-6 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പെരുംജീരക പൊടിയുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇത് രണ്ടും കൂടി ലാസ്റ്റ് ടൈമിൽ ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ കൂടെ തന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്